ഫ്രണ്ട്സ് നമുക്ക് സ്റ്റോറിനകത്ത് പോവാം. തമന പറയുന്നത് കേട്ട് വിടുന്ന് തിരിച്ചായിരുന്നു. എന്തടി ഈ കാലത്ത് വേമ്പറ അങ്ങനെ റോസ് തിരിച്ചു. എന്തടി നീ ഒരു സീരിയസ് ആയിരുന്നു, ഇപ്പം എന്താ ചിരിക്കാം പോടിയായിരിക്കാം, നീ ഏത് കാലത്താണ് ഉള്ളത്? ശരി മച്ചി. അങ്ങനെ റോസ് തമണനെടുത്തു. തമണ കുളിച്ച് ഫ്രഷ് ആയിക്കോടി, നമുക്ക് വെളിയിൽ പോകണ്ടേ? അതെ, ഷൂട്ടിംഗ് ഉണ്ടു. യോ തമണ, ഇന്ന് 2 ദിവസമായി നീ വന്ന് ആൾ ശരിയില്ല. എന്താ മച്ച? എടീ ഷൂട്ടിംഗ് കഴിഞ്ഞു, നമുക്ക് ലീവാടി, നാളെ ലീവാ. അതെയാണ്, നമുക്ക് പുറത്ത് പോവാം. അങ്ങനെ തമാന വീട്ടിൽ പുറത്ത് ഇറങ്ങി പോയിരുന്നു. അതെ, ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നായിരുന്നു തമാന. അങ്ങനെ തമാനക്ക് ഹാപ്പിയായി ഇറങ്ങാൻ തുടങ്ങി. ഒരു ടോർച്ചറും ഇല്ലാന്ന് തമാനക്ക് ഹാപ്പിയായിരുന്നു. അങ്ങനെ അതെ 2 ദിവസമായി ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അങ്ങനെയായിട്ട് തമാന മൂന്നാമത്തെ നൈറ്റ് രാത്രി നല്ല ഉറക്കമായിരുന്നു. രാത്രി 12 മണിക്ക് ഒരു ബ്ലാക്ക് കളറായിട്ട് ഒരു ഹ്യൂമൻ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് അകത്ത് വന്നിരുന്നു. തമനനെ നോക്കിയിരുന്നു. തമനാണ് കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ തുടങ്ങി. തമനക്ക് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ തമനക്ക് കെട്ടിപ്പിടിച്ച് ഉറങ്ങിയായിരുന്നു. അത് മാത്രമല്ല, തമന രാവിലെ എണീച്ച് നോക്കും. തമനക്ക് എന്താ എനിക്ക് നൈറ്റ് നല്ല ഉറക്കമായല്ലോ, തമനക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ തമന നോക്കുമ്പോൾ തമനക്ക് ഒരു ലെറ്റർ കണ്ണിൽ കണ്ടു. തമനക്ക് ഷോക്കായി. ഐ എം വെയിറ്റിംഗ് ബേബി എന്ന് എഴുതിയിരുന്നു. ഇത് കേട്ട് ഷോക്കായി തമനക്ക്. ആരാ വെയിറ്റ് ചെയ്യുന്നത്? തമനക്കൊന്നും അറിയില്ലായിരുന്നു. ഇത് വേറെ ആരോ ജോക്ക് പറയുന്നത് ഈ റോസ് പറഞ്ഞു. തമന ഇതായിരുന്നു. വീണ്ടും ഇതേമാതിരി നടക്കാൻ തുടങ്ങി. ഐ എം വെയിറ്റ് ബേബി, കണ്ടിട്ടാണ് നിന്നെ മീറ്റ് ചെയ്യാൻ വരൂ എന്ന് എഴുതിയായിരുന്നു. തമനക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ലെറ്റർ കുറേ എഴുതുന്നായിരുന്നു. കുറേ ലെറ്റർ വന്നായിരുന്നു. അതിൽ നിറയെ കാരണങ്ങൾ എഴുതിയായിരുന്നു. ഞാൻ കണ്ടിട്ട് നിന്നെ വരും പറഞ്ഞു. തമനക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ഇവിടെ ഒന്നും ശരിയാവില്ല. അങ്ങനെ തമന ഷൂട്ടിങ്ങിൽ പോയി. ഷൂട്ടിങ്ങെല്ലാം നന്നായിട്ട് രാജ് മൂവി നന്നായിട്ട് ബിസി ആയിരുന്നു. അങ്ങനെ ഫുള്ള് റിലീസ്ഡായി മൂവി. തമനയുടെ അച്ഛൻ അമ്മ വിളിച്ചായിരുന്നു. അമ്മ എന്താ തമന, എനിക്ക് കല്യാണമാണ് തമന. അത് എന്താ അമ്മ പറയുന്നത്? അതെ മോളെ, ഓൾറെഡി നിനക്ക് അർജുൻക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നല്ലേ? അതെ മമ്മി. ഇപ്പം എന്താ നിനക്ക് കല്യാണമാണ് തമനോട് അമ്മയും അച്ഛൻ പറഞ്ഞു. തമനക്ക് ഷോക്കായിരുന്നു. തമനക്ക് കല്യാണം ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ തമനയുടെ കല്യാണം രാവിലെ കല്യാണമായിരുന്നു. തമനക്ക് നന്നായിട്ട് ഉറക്കമായിരുന്നു. അങ്ങനെ ആയിട്ട് ആ ഹ്യൂമൻ മറിയുള്ള അത് വേറെ ആരില്ലായിരുന്നു, ഒരു ജങ്കുക്കായിരുന്നു, വാമ്പയർ കിങ്. അങ്ങനെ ജങ്കുക്ക് വന്നു. കല്യാണമാണോ? ജങ്കുക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ ആയിട്ട് തമന ഉറങ്ങിയായിരുന്നു. തമന വാമ്പയർ എടുത്തുകൊണ്ട് അവിടുന്ന് മറിഞ്ഞു പോയി. അങ്ങനെ രാവിലെ തമന എണീച്ച് നോക്കുമ്പോൾ അതേ കാടിന് നടുവിൽ ബെഡിൽ തമന ഉണ്ടായിരുന്നു. അതേമാതിരി ഡ്രീമായിരുന്നു. അയ്യോ, ഡ്രീമാണോ തമനായിരുന്നു. അങ്ങനെ ആ കാടിന് ഫോട്ടോ കാണുന്നു. ആ ബെഡിന് തമന എണീച്ച് നോക്കുമ്പോൾ തമനക്ക് ഷോക്ക്. അതൊരു കാടായിരുന്നു. ഒരു കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു. തമന അവിടുന്ന് എണീച്ച് നോക്കുമ്പോൾ നടക്കാൻ തുടങ്ങി തമന. ഇതെവിടെ കാട്? ഫ്ലവർ കാട്. അതൊരു ഫ്ലവർ കാട്. അവിടെ ഒരു പാലസ് ഉണ്ടായിരുന്നു. തമന പറഞ്ഞായിരുന്നു. അങ്ങനെ വാമ്പയർ കിങ് വീട് ശരിയാക്കും. വാമ്പയർ കിങ്ക്ക് അവരുടെ വൈഫ് ഉണ്ടാക്കണം. അതുകൊണ്ട് അവിടെ ഒരു ഒരു വാമ്പയർ, അങ്ങനെ 2 വാമ്പയർ ഫൈറ്റ് ചെയ്യുന്നത്. തമന ബെഡിലിരുത്ത് അങ്ങനെ മാജിക് പവർ ചെയ്ത് തമനക്ക് പോവാതെ മാറി ചെയ്ത് 2 വാമ്പയർ തല്ലാക്കിയിട്ടുണ്ടായിരുന്നു. കെട്ട വാമ്പയർ, നല്ല വാമ്പയർ. വാമ്പയർ കിങ് അങ്ങനെ 2 പേര് ഫൈറ്റ് ചെയ്യുമ്പോൾ തമന എണീച്ചു. അയ്യോ, ഇത് കണ്ട് തമനക്ക് ഷോക്ക്. അങ്ങനെ ആ വാമ്പയർ അവിടുന്ന് അലിഞ്ഞു പോയി. ജങ്കുക്ക് വന്നു. അത് കണ്ട് ഷോക്കായി. അയ്യോ, നീ ആരാ? തമന ഓടാൻ തുടങ്ങി. തമന എന്നെ പിടിച്ചെടുത്തോണ്ട് വന്നു. അങ്ങനെ വാമ്പയർ എടുത്തോണ്ട് പോയി തമനനെ മയക്കി. അങ്ങനെ കുറച്ച് നേരം തമന എണീച്ച് നോക്കും. ഒരു വീട്ടിലാണ്. അവിടെ ഒരു നല്ല ഹാൻസമായ ഒരു ചെക്കൻ. നീ ആരാ? നീ ഞാനൊരു വാമ്പയർ. തമനക്ക് ഷോക്കായി പോയി. എന്ത് വാമ്പയറാണോ? ഞാനൊരു വാമ്പയർ കിങ് ആണ്.
നീ എന്നെ കല്യാണം കഴിക്കണം. തമ്മനോട് പറഞ്ഞു. തമ്മന പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഞാൻ അർജുനനെ കല്യാണം കഴിക്കും. ജംഗുക്ക് സ്മക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പം അതെന്താ നിൻ്റെ കല്യാണം മുടങ്ങി? എന്ത് കല്യാണം? ഇന്നലെ എൻ്റെ കല്യാണം. ഇന്നലെയാണ് എൻ്റെ കല്യാണം. എന്ത് അടി? എന്ത് ഇന്നലെ എൻ്റെ കല്യാണം? അതെ, ഇന്നാണ് എൻ്റെ കല്യാണം. അത് അതെ, ഇന്നാണ് എൻ്റെ കല്യാണം. എനിക്ക് പോകണം. അതൊന്നും എടുക്കില്ല. നീ എന്നെ കല്യാണം കഴിച്ചപ്പോൾ തമന സമ്മതിച്ചല്ലായിരുന്നു. തമന പിടിച്ച് മിരട്ടാൻ ഞങ്ങൾക്ക് തുടങ്ങി. അതുകൊണ്ട് തമന പേടിച്ച് സമ്മതിച്ചു. അങ്ങനെ തമനക്കും ജംഗുക്കും മാരേജ് നടന്നു. ജംഗുക്കിന് ഇഷ്ടമല്ലായിരുന്നു, കാണാൻ സുന്ദരനാണ്. അങ്ങനെ തമനൻ്റെ അമ്മയോട് അതെ എനിക്ക് റൂമിൽ നോക്കും, തമന കാണില്ല. എല്ലാം ഇത് ചെയ്യാൻ തുടങ്ങി. തമന കാണുന്നില്ല. കല്യാണ ചെക്കൻ്റെ അച്ഛനമ്മയും പറയാൻ തുടങ്ങി, നിങ്ങളെ മോളെ ആരോ കൂടെ പോയി. അത് കേട്ടത് തമൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞു, എൻ്റെ മോക്ക് നിങ്ങളുടെ മോനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ റോസ് വന്ന് പറഞ്ഞു, നീ നല്ല ശരിയാണടാ, നീ നടന്ന കാര്യം പറഞ്ഞു, നീ നല്ലവനല്ല. എൻ്റെ ഫ്രണ്ട് എൻ്റെ സാക്ഷി എനിക്ക് ഓളോട് എത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിക്ക് ഒരു ജോലിയുണ്ട്, അതുകൊണ്ട് അവൾ പോയതാ, എന്നോട് പറഞ്ഞിട്ടാണ്. ഇത് കേട്ടോ ചക്കരക്ക് എന്ത് ചെയ്യുക, നാണം കേടായി. ഓൾറെഡി അവനിക്ക് നാല് വൈഫുണ്ട് പറഞ്ഞു. അത് കേട്ട് ഷോക്കായി. ആ ചക്കൻ അമ്മയ്ക്കും ഷോക്കായി. എങ്ങനെടാ വൈഫുള്ള കാര്യം പറഞ്ഞു? എല്ലാ പടക്കാരെ പെൺകുട്ടി തന്നെ കറക്റ്റ് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞു. അത് കേട്ട് അവൻ ചക്കനക്ക് എന്ത് ചെയ്യാനറിയില്ല. അതെ അങ്ങനെ പറഞ്ഞ് ആ ചക്കര അവിടെ നിന്ന് പോയി. അമ്മ പറഞ്ഞു, ശരിയാണോ മോളെ? ആൻറ്റി എവിടെയുണ്ട് അറിയില്ല, ആൻറ്റി സമാധാനമാക്കുക, വേണ്ട കളവെന്ന് പറയും. എൻ്റെ ഫ്രണ്ട് പേര് ആൻറ്റി. ആ നമ്പിക്ക് തേടാൻ തുടങ്ങി. എന്താ ഇത്രക്കൂ? ഫ്രണ്ട് പറഞ്ഞു. ഇത് കേട്ടു ഫ്രണ്ട്, ഹലോ എന്താടാ? എടാ മൈക്കിൾ, നീ എവിടെ ഉള്ളത്? ഇല്ല റോസ്, ഞാൻ കുറച്ച് ബിസിയാണുള്ളത്. മൈക്കിൾ അർജൻറ്റായിട്ട് വാ. മൈക്കിൾ വന്നു. എന്ത് പറ്റി റോസ്? നടന്ന കാര്യം റോസ് പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായി പോയി. മൈക്കിൾ പറഞ്ഞു, റോസ് എനിക്ക് അവളുടെ ഡീറ്റെയിൽസ് വേണം. എന്താ? അതെ, മൈക്കിൾ സാധാരണ ആളല്ല, അവന് പ്രേതങ്ങളിൽ ഇങ്ങനെ വാമ്പറുണ്ട്, എല്ലാം കണ്ടുപിടിക്കുന്ന ഒരു പവർ അവൻ്റെ കയ്യിലുണ്ട്.